ഹായ്. കൊടുക്കത്ത് പറ. മനുഷ്യരെല്ലാം മോശമാണ്. അതിനിങ്ങനെ അവരുടെ അങ്ങനെ ലിംഗവ്യത്യാസം വിചാരിക്കണ്ട. ഓമ്പിത്തറ എല്ലായിടത്തും ഉണ്ട്. ആ രീതിയിലും കാണാവൂ അല്ലേ? തന്തയില്ലാത്തവര് ലോകത്ത് എല്ലായിടം ഉണ്ട്. കുറച്ച് ഇന്ത്യയിലും കുറച്ച് കേരളത്തിലും അങ്ങനെ വിചാരിച്ചാൽ മതി. ടിക്കറ്റ് എടുക്കാം. നമ്മളിതാ കൊടുക്കത്ത് പറ. പ്രകൃതി രമണീയത ആസ്വദിക്കുന്നു. ഫോൺ എടുത്തോണ്ടല്ലേ? ഗൈസ് നമ്മൾ വണ്ടി ഓടിട്ടിട്ട് നടക്കുകയാണ്. കൊള്ളാല്ലേ? ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1.5 സ്റ്റെപ്പാ. ശരിക്കാം ഊഞ്ഞാലോ അല്ല. അമ്മൽ റെഡിയാണോ? ഇല്ല, വാ കയറി. ആ ഇങ്ങനെ താഴെ കിടങ്ങും. ഹായ്. കൊടുക്കത്ത് പറ. ആ അതെ അതെ. പെട്രോ അടിക്കണം. അതായത് ആലഞ്ചേരി പോയിട്ടോ. കൊമ്പനാനൊക്കെ അവിടെ നിന്ന് വീഴുവാണെങ്കിൽ പോരും. റോഡിൽ വെച്ചിട്ട് കൊമ്പനാനൊക്കെ എടുത്താണ്. അത് ഒപ്പൻഹൈമറിന്റെ ഡയലോഗാ. ഓ ഇന്ന് പഠിച്ചൊക്കെ വന്നേക്കുന്നത്. 101 കൗണ്ടറുകൾ. രാവിലെ എഴുന്നേക്കെ ഉറക്കെ പറഞ്ഞാളി. എന്തുകൊണ്ടാണ് അവധി ദിവസം കൊണ്ട് സാധനം കിളിമാനൂരിൽ അടുത്തൊരു മീൻമുട്ടി വെള്ളച്ചാട്ടമുണ്ട്. പോയാൽ കുളിക്കായിരുന്നു.
മഴയെ പിടിച്ച് കൂച്ചാഞ്ഞ ഇറങ്ങി കൊടുത്താൽ മതി, നാട്ടുകാരെടുത്തിട്ട് പെരുകും. ഒപ്പൻഹൈമർ ഇടാനോ ഒരു വെള്ളം ഇവിടെ ഹാൻഡ് ബ്രേക്ക് ഫീൽഡ് കിട്ടിയ വീഡിയോ 10,000 ആയോടെ 3000 സംതിങ്. ഏതോ 4,000 തോന്നുന്നല്ലോ. മറ്റേ നമ്മുടെ ഈ റോസ് മലയൊക്കെയോ ഞാൻ നോക്കി 17 സംതിങ്. അത് സ്ലോ പോയിസൺ പോലെ കേറുന്നുണ്ട്. അത് റോസ്മല കയറും. റോസ് മല കയറി വേറെ ഒന്നും അങ്ങോട്ട് ആനന്ദിന്റെ പെർഫോമൻസ് ഇതിന് ശരിയാവാത്തോണ്ടാണോ എനിക്ക് അറിയാൻ പറ്റും. റോസ് മല മാത്രമേ ഉള്ളൂ കുളത്തിൽ. പാണ്ഡവന്മാർ കെട്ടിക്കിടക്കുക. പാണ്ഡവന്മാർ ഇട്ടേനെ കുഴപ്പം പലപ്പോഴായിട്ടിട്ട് ഭയങ്കര ഗ്യാപ്പില്ലല്ലേ? ഞാനന്ന് പറഞ്ഞതാ, നീ ഒറ്റ ഈ കിഴങ്ങന്റെ ഭാഗം കേട്ടിട്ട് രണ്ടാക്കിയിട്ട്. നല്ല നൈസ് വ്യൂ ഒക്കെ അതിലായിരുന്നു. പാണ്ഡവന്മാർ അത്ര പ്രശസ്തമല്ല, അതുകൊണ്ടാണ് പൊന്മുടി പോകുമ്പോൾ നമ്മൾ മീൻമുട്ടി വെള്ളച്ചാട്ടവും പൊന്മുടി കൂടെ ചേർത്ത് നമ്മൾ സെറ്റ് ചെയ്ത് ഡ്രോൺ ഷോട്ടൊക്കെ വെച്ചിട്ട് ഡ്രോണോട് നിന്റെ മുലക്കകത്ത് പിടിപ്പിക്കുക. പുതിയ ക്യാമറ വന്നിട്ട് പൊന്മുടി പോകുന്നോടെ വരും നാളെ. അമേരിക്ക ഒന്നും വരുന്നില്ല, ഫുണ്ടേ ആമസോണാ. എനിക്ക് വേണ്ടത് എന്താ കാറിന്റെ ബാക്കിൽ ഇങ്ങനെ വെച്ചിട്ട് സെൽഫി സ്റ്റിക്ക് വെച്ചിട്ട് ഒരു മൂടില്ല. ഇവരതിനകത്ത് ട്യൂബ് പന്നത്താഴകൾ അതിനൊക്കെ അരി മേടിച്ചോടെ വീട്ടിൽ. മധുരത്തിന് വേണ്ടി അങ്ങനെ ഇന്നലെ ദാഹമായിരുന്നു. ഓൾഡ് സ്മിത്ത് എന്താ പേര്, ഓക്സ് സ്മിത്തിന്റെ കുപ്പി എടുക്കാഞ്ഞിട്ട് പൂച്ചിപ്പിണങ്ങി പോയ മരുന്നാ. 500 ഡീസൽ ടാപ്പ് ചെയ്താൽ മതിയേ. ടാപ്പ് മരുന്ന് ഒരു കാര്യമില്ല. അവന് ടാപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഹാക്ക് ചെയ്തോ? ATM പോയത് കാശ് എടുക്കാൻ നോക്ക്. SBIയിലോട്ട് പോകുന്നുണ്ട്. ഞാൻ പറയില്ല, എനിക്ക് മനസ്സിലായില്ല. ഉണ്ടായിരുന്നു ഇല്ല, ഈ ATM കുത്തിക്കേറ്റ് എന്തോ വരഞ്ഞു പോകും. ഇല്ല, മറ്റേത് പിന്നടിക്കണ്ട. NFC ഉണ്ട്. കാർഡാരുടെയും കയ്യിൽ വേറെ കൊടുക്കുന്നില്ല. ഞാൻ ബ്ലോക്ക് ചെയ്യണം. അവരെടുത്ത് വെച്ച് ഇത് ചെയ്തില്ലോ. അവർക്കറിയത്തില്ലല്ലോ NFC ഉണ്ടോ ഇല്ല. ചുമ്മാ അടിച്ചു നോക്കി ടാപ്പ് ചെയ്താ പോലെ. നമുക്ക് വരിക്കുമ്പോ അറിയാലോ. ബ്ലോക്ക് ചെയ്യണം. പോയി കഴിഞ്ഞിട്ട് പിന്നെ ബ്ലോക്ക് 1.5 ലക്ഷം രൂപ വലിച്ചിരുന്ന് HDFC അങ്ങനെയല്ല. NFC വഴി മാക്സിമം നമുക്ക് ലിമിറ്റ് സെറ്റ് ചെയ്യാം. 3000-2000 രൂപ പറ്റും. എത്ര തെറ്റിയതാണ്? ഞാൻ 4000. അറിയാനുള്ളേ ഒരു നേരത്തേക്ക് വലിക്കാം, അങ്ങനെ നമ്മൾ പിടിക്കുമല്ലോ. ഇത് കളഞ്ഞു പോകുമ്പോ തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്യൂലേ? എങ്ങനെ ബ്ലോക്ക് ചെയ്യുന്നു? പിന്നെ ബ്ലോക്ക് ചെയ്യാൻ നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ ബാങ്കിൽ വിളിച്ച് കോണ്ടാക്ട് ചെയ്യണം, അല്ലെ ആപ്പ് ഉണ്ട്. അമ്മ 2 മണിക്ക് കളി ടൂർണമെന്റിൽ വണ്ടി വരും. ടൂർണമെന്റിലെ ഏറ്റവും നല്ല കളിയാണ്. അതിന് ചാൻസ് ഉണ്ട്. ഈഡൻ ഗാർഡൻസാ ബ്ലോക്ക് ആയിട്ട് പിന്നെ കയറ്റിക്കൊണ്ടിരിക്കുന്നത്. കിളവുണ്ട് ഇല്ല, നമ്മളാണ് നോക്കുന്നത്. എന്താണ് എന്താ താഴെ നോക്കുന്നത്? കിളവാനാണ്ട് പോയിട്ട്
നമ്മള് പെണ്ണുങ്ങളെ കാണുക കണ്ടിട്ടില്ലാന്നാണ്. ഇവിടെ ഈ റോഡ് പണി കിടക്കുമെന്ന് ആരും പറഞ്ഞില്ലേ? അന്നേരല്ലേ പറഞ്ഞത് നല്ല റോഡ് ഇവിടെ കിടപ്പുണ്ട്. വരട്ട ഇതിന്റെ വാക്ക് കേട്ടാലേ മൂല്യമോ. ഇയാള് PWD PWD വികസനം പറഞ്ഞെങ്കിൽ അതിലൊക്കെ പോകും. കെട്ടിപ്പിടിച്ചോണ്ട് എന്ത് കാര്യം? ഇന്ന് പള്ളിയിൽ പരിപാടി ഉണ്ടോ? വേറെ എന്നെ അവൻ മുറച്ചു നോക്കും. ചെളിയോ ഇവരൊക്കെ പള്ളിയിൽ വെച്ചാൽ ഞാൻ നടക്കുന്ന പിള്ളേരാണ്. മറ്റേ അമ്പലത്തിൽ നിന്നൊക്കെ എഴുന്നള്ളിപ്പ് വരുന്ന പോലുള്ള പരിപാടിയാണ്. നല്ലൊരു കൊച്ച് പോയ പോരെ. ഇന്ന് പള്ളിയിൽ എന്തോ വിശേഷ ദിവസം പോകുന്നു. ഇത് കരികോൺ. This is കരികോൺ ജംഗ്ഷൻ മെയിൻ റോഡ്. കരികോൺ ഇവിടെ കപ്പലാരും കഴിച്ചു അപ്പുറത്ത് താഴി കപ്പ കപ്പ. നമ്മൾ മാവിളെ പോകുന്നു. ഡയറ്റ് നീ ലൈറ്റ് കഴിച്ചാൽ മതി. നാളെ തൊട്ട് ഇത് ചപ്പാത്തിയാണ്. എനിക്ക് ആകപ്പാടെ ഞാൻ ഡൗൺ. എനിക്ക് തൊഴിൽ കിട്ടുന്നില്ലല്ലോ. ഏതെങ്കിലും മുതലാളിമാര് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അതിലല്ലേ തൊഴിൽ കൊടുക്കട്ടാണ്. വേണ്ട. അപ്പനപ്പന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പെഡിഗിരി ഉണ്ട്. ആ പെഡിഗിരിയുടെ പുറത്താണെന്ന് നിൽക്കുന്നത്. പക്ഷെ ആർക്കും പെഡിഗിരി ഇല്ല. പോയി. പക്ഷെ ആരാടാ അത്? ഇത് തിരിച്ചാലോ വണ്ടി? വണ്ടിയുടെ നമ്പർ കിട്ടുമെങ്കിൽ ഇപ്പൊ എടുത്തുതരാം. എടുക്കണേ. അത് അടിപൊളി ഒരു കൊച്ച്. ജീവിക്കുന്നെങ്കിൽ അവർക്കൊക്കെ വേണ്ടി. ചെറിയ നമ്പർ പ്ലേറ്റ് എന്റെ കണ്ണിപ്പോയിട്ട് പിടിച്ചില്ല. ഇതിനകത്ത് സൂം ചെയ്ത് കിട്ടിയ പറ്റുമോ മോനെ? നീ വിചാരിക്കുന്നതൊക്കെയല്ല. നല്ലൊരു കൊച്ച്. എനിക്ക് സൗന്ദര്യം ഉള്ളതുകൊണ്ട് ബാധ്യതയാവും. നിനക്ക് ബാധ്യതയാവും ഇല്ലേ? പെണ്ണുങ്ങളെ അങ്ങനെ കാണാതെ അങ്ങനെ വേർതിരിച്ച് സൗന്ദര്യം നല്ല സൗന്ദര്യം ഉള്ളവർക്കും ഇല്ലാത്തവർക്കും എല്ലാം മനസ്സ് നോക്കി സംസാരിക്കണം. കഷ്ടമൊന്നുമില്ല. വൃത്തിയായിട്ട് ചിന്താഗതിയാ അവന് അമലിന്റെ അല്ലേ? ബാധ്യതയാവും പെണ്ണ്. എങ്ങനെയാ പെണ്ണ് കിട്ടുന്നത്? കയറും. നീ അതിൽ പറഞ്ഞേ നീ 35 പെണ്ണ് കിട്ടാത്ത എന്താ? പെണ്ണിനെ ഒരു കരകൗശല വസ്തുവായിട്ടാ കാണുന്നത്. സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണോ അല്ലേ? ആദ്യം ഇതിനൊരു ശാശ്വത പരിഹാരമില്ല. ഉണ്ട്. എന്തോന്ന് സംസാര വിഷയങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. കൊല്ലടാ എന്ന് മനസ്സിലായി. നീ എന്താ പറഞ്ഞ മനസ്സിലായില്ല. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ പെൺപിള്ളേരൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോ ഓരോരുത്തരുടെ കഴപ്പും കൂടെ അതിനൊരു പരിഹാരം ഇല്ലാത്ത വിഷയമാണ്. കഴപ്പ് ഉള്ളതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ കൂടുതലും വിവരമില്ലായ്മയാണ്. വിവരമില്ലായ്മ ഭയങ്കര. സ്ത്രീകൾ എന്തിനാ അങ്ങനെ ഇടുന്നത്? അതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവരൊക്കെ ഇഷ്ടം അവരിടും, നമ്മള് പറയാതിരിക്കുക എന്നുള്ളതാണ്. ഇന്നലെ ഒരു സാധനം ഞാൻ കണ്ടേ. ഒരു പെണ്ണിനെ ഇങ്ങനെ കമത്തി കിടത്തിയിട്ട് അവന്റെ എന്നിട്ട് വട്ടക്സിൽ ഇങ്ങനെ ഞെക്കുന്നു. എന്നിട്ട് ഫോട്ടോഷൂട്ടാ. എന്ത് കൊടുത്തായിരുന്നു? എന്റെ കൈ, എന്റെ ചന്തി, എന്റെ ഭാര്യ താഴെ എടുത്തേക്കുന്നത്. നിന്റെ കൈ എല്ലാം പൊങ്ങുന്നത് എന്റെ സാധനമാണ്. എല്ലാം തിറ്റേ, പക്ഷെ പൊങ്ങുന്നത് എന്റെ സാധനമാണ്. അത് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അവളെ ബാധിക്കുന്നുണ്ട്. അത് ചലനം ഉണ്ടാക്കുന്നുണ്ട്. ഭൂഗുരുത്വാകർഷണം പോലെ വിഷയം. അതായത് ചിന്തിക്കേണ്ട കാര്യമാണ് അതൊക്കെ.
അല്ലേ? അല്ല അത് ഇപ്പം കിടപ്പെന്ന് പറയില്ലേ? അങ്ങനെ ഈ ഒരു കേസിലല്ല, ഇപ്പൊ ഈ ഡ്രസ്സിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഇപ്പം ആൺപിള്ളേർക്ക് പെൺപിള്ളേർക്ക് ഈക്വൽ റൈറ്റ് ഉണ്ട്. നിങ്ങളൊരു ഷോർട്സ് ഇട്ട് ഇറങ്ങുന്നത് നിങ്ങളുടെ കാറ്റ് കയറട്ടെ എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ കംഫോർട്ടബിൾ ആയിട്ട് പോകാനുള്ള രീതിയിലായിരിക്കും. അതേ ഫ്രീഡം ബാക്കിയുള്ളവർക്കും ഉണ്ട്, പെൺപിള്ളേർക്കും ഉണ്ട്. കറക്റ്റ് ഉണ്ട്. കാര്യം പറയാം, ഇപ്പൊ സപ്പോസ് പണ്ടൊക്കെ പാളക്കരയും പാനിട്ടുണ്ട് ഞാൻ 2 ദിവസം ഒരു ഷോർട്സ് ഇട്ടുകൊണ്ട് എടുക്കും, നമ്മൾ അതിന്റെ സുഖം പിടിക്കും. പിന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫ്രീക്കനാവും. അത് മനസ്സിലാവാതെ ഞാൻ പലതവട്ടം ഈ കാള ഈ ബാഗിരിക്കുന്ന അമലിനോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇതിട്ട് ഷട്ടിൽ കളി അതിട്ട് കളി. അപ്പൊ ഞാൻ ഭയങ്കരമായിട്ട് വിഷയമുണ്ട് കളിക്കാൻ പോയതിനു ശേഷം കളിയാ പറ്റുന്നില്ല. അപ്പൊ നമുക്കുള്ള ഇതേ കംഫോർട്ട് അവർക്കും ഉണ്ട്. പക്ഷെ കാണുന്ന അമ്മമാര് ചോദിക്കുന്നത് അവർക്ക് കഴപ്പായിട്ടാണ്. അതാ ജനറേഷൻ ഗ്യാപ്പിന്റെ എന്തുകൂടാ പിള്ളേർക്ക് കോൺഫിഡൻസ് തോന്നുന്നതേ അവർ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ട് ഡ്രസ് ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ അവർക്ക് കോൺഫിഡൻസ് കിട്ടുന്നത്. അതുകൊണ്ടായിരിക്കത്തില്ല. അത് 2 തരം പെണ്ണുങ്ങളുണ്ട്. കുറച്ച് എപ്പോഴും കുറച്ച് നാടകീയമായിട്ട് നാടിന് എന്തതിന് പറഞ്ഞ നാടൻ രീതിയിൽ ചെയ്യുമ്പം പൂവൊക്കെ വെച്ച് അല്ലെങ്കിൽ എല്ലാം മറച്ച് രീതിയിൽ പോകുമ്പോൾ രീതി കംഫോർട്ട് എന്ന് വിചാരിക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട്. ഭയങ്കരമായിട്ട് എക്സ്പോസ് ചെയ്ത് ആൾക്കാർ നോക്കണം, ആ സൗന്ദര്യം അങ്ങനെയാണെന്ന് സങ്കല്പിക്കുന്നുണ്ട്. അതെ, അതിൽ കാമം കുത്തിക്കയറ്റുന്നതാണ് ഈ തന്തയില്ലാത്തവന്മാരുടെ പ്രശ്നം. ഏത് സ്ത്രീകൾ അങ്ങനെ അത് മെയിൻ ആയിട്ട് ഇത് ഇങ്ങനെ ആണുങ്ങൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു സാധനമല്ല. പക്ഷെ മെയിൻ ആയിട്ട് ഇത് ഈ ഒരു കൺസെപ്റ്റിലേക്ക് എത്തിച്ചത് തുണ്ടുപടങ്ങളാണ്. പഴയ തുണ്ടുപടങ്ങൾ, ഇതും ഈ നാവല് കണ്ട മറ്റേ തുണ്ട മൊത്തത്തില് നമ്മുടെ മനസ്സിലായില്ലേ ആ രീതിയിലേക്ക് നമ്മളെ എത്തിച്ചത്, ആണുങ്ങളെ എത്തിച്ചത് മെയിൻ ഈ ബ്ലൂ ഫിലിമിനൊക്കെ ഒരു ഇതുണ്ട്. പഴയ ബ്ലൂ ഫിലിം ബുക്ക് ഇങ്ങനെ മാറ്റി കഴിഞ്ഞാൽ ശക്തിയില്ല. ആ രീതിയിലേക്ക് എത്തിച്ചത് ഈ സിനിമകൾക്കും കൊണ്ടുവരുത്. ഇപ്പൊ അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ ഒരു പെണ്ണ് ഇത് കാണിച്ചാലോ അല്ലെങ്കിൽ കുനിഞ്ഞു ചെന്നാലോ അല്ല ബ്രേസർ ഇട്ടാലോ അവർക്കൊന്നും തോന്നുന്നില്ല. എന്തുകൊണ്ടാ? അവരത് കണ്ട് വളർന്ന ആ ഒരു ഇതില്ല. പക്ഷെ ഇവിടുത്തെ ഈ ഒരു നാവലോ അല്ലെങ്കിൽ മറ്റേ ക്ലീനേജോ അത് മതി, അവർക്ക് അന്നത്തേക്ക് അത് മതി. ആ ഒരു രീതിയിലേക്ക് മാറിയത് നമ്മുടെ സമൂഹത്തിന്റെ കുഴപ്പമാണ്. ഇപ്പൊ അമല് തന്നെ കണ്ട് നേരത്തെ ഒരു ചേച്ചി പോയപ്പോ ആരാടാ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പിന്നെ പെണ്ണുങ്ങളും ആണുങ്ങളെ മിസ്ജഡ്ജ് ചെയ്ത് പിന്നെ ഈ എല്ലാ ആണുങ്ങളെ കാണുന്നവർക്ക് പെണ്ണുങ്ങൾക്ക് കുഴപ്പമുണ്ട്. എല്ലാ ആണുങ്ങളെ കാണുന്നത് ഈ മിസ്ജഡ്ജ് ചെയ്ത് വെച്ചേക്കുക. ഇപ്പൊ സപ്പോസ് ഓപ്പോസിറ്റ് പെണ്ണ് വരുന്നു, സപ്പോസ് ഞാൻ കാണാൻ പോകുന്ന മുഖമാണെന്നുണ്ടെങ്കിൽ ഞാൻ മുഖത്ത് നോക്കും, നമ്മൾ മുഖത്തോട്ടാണ് നോക്കുന്നത്. പക്ഷെ ഈ പെണ്ണുങ്ങൾ പലപ്പോഴും ഈ താഴോട്ട് നോക്കിയിട്ട് ഷാള് മാറി കിടക്കുവാന്നോ ഈ രീതിയിലാണ് കൊത്തും. അപ്പൊ എനിക്കത് ഭയങ്കര ഇൻസൾട്ടാ. അവർ നമ്മള് അവരുടെ കാണാൻ പാടില്ലാത്ത സ്ഥലത്തോടെ നോക്കിയതാണ് വിചാരിക്കുന്നത്. സത്യത്തിൽ അവരുടെ മുഖത്താകുമ്പോൾ നോക്കിയത്. ഈ നോക്കാൻ പാടില്ലാത്ത സ്ഥലത്ത് നോക്കുന്നവന്മാരും ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇവര് അടപടല എല്ലാവരുടെ ഒരേ രീതിയിൽ അത് ഞരമ്പ്, പക്ഷെ അവരിങ്ങനെ അത് ഞരമ്പുള്ളവന്മാരുണ്ട്, ഇല്ലെന്ന് പറയുന്നത്. പക്ഷെ എല്ലാ ആളുകളും നമ്മൾ മുഖത്തോട് നോക്കുമ്പോൾ ഈ കൊച്ചു കാണാൻ സുന്ദരിയാണല്ലോ എന്നുള്ള മുഖത്താണ് നോക്കുന്നത്. അപ്പൊ ഈ പെണ്ണുങ്ങൾ വിചാരിക്കുന്ന ഇവര് ആണുമാർക്ക് ആള് മാറി കിടക്കുവാ, നമ്മൾ പിടിച്ചിട്ടേക്കാൻ താഴെ നോക്കുന്നു. ഈ രീതിയിലേക്ക് പെണ്ണുങ്ങളെ നമ്മള് അവരോട് നല്ല ഇടപെടലുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അങ്ങനെ പിന്നെ അങ്ങനെ ഓവറായിട്ട് അങ്ങനെ തോന്നത്തില്ല. സൗഹൃദങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ വലയത്തിലുള്ള സൗഹൃദങ്ങളല്ലേ ഉള്ളൂ. പുറത്തിറങ്ങി രണ്ട് തരത്തിലുണ്ട്. ഇപ്പൊ ആൺപിള്ളേര് തീരെ പെൺപിള്ളേരോട്ട് ഇടപെടാതെ നിൽക്കുന്ന ഒരുത്തനാണെങ്കിൽ ഈ ഒരു എന്തുവാ വാല്യൂസോ അവരുടെ ഒരു രീതിയോ ഒന്നും മനസ്സിലാവത്തില്ല. തിരിച്ചിതേപോലെ ആൺപിള്ളേർ മാത്രം അവന്റെ സർക്കിളിലുള്ളൂ. ആരുമായിട്ട് പെൺപിള്ളേരുമായിട്ട് സംസാരിക്കാത്ത ഒരുത്തനാണെങ്കിൽ ഇങ്ങനെയുള്ള താളമൊക്കെ വന്നിട്ട് ഫേസ്ബുക്കിലും ഒക്കെ അടിച്ചിട്ട് പോകുന്നു. തെറ്റല്ലേ? സിനിമ കണ്ടല്ലേ? സിനിമ മറ്റേ സിനിമ ആണല്ലോ മറ്റേ ഈ മമതയും സൗബിനുമുള്ള ഒരു ഗൾഫിലുള്ള നിങ്ങൾ എന്നെ കണ്ടോ? എന്നാ പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞത് വെച്ചാ നമ്മള് പറഞ്ഞു ആണുങ്ങളെന്നല്ല പെണ്ണുങ്ങളും നന്നാവുണ്ട്. അത് ഡ്രസ്സിന്റെ കാര്യത്തിലല്ല, ആണുങ്ങളെ കാണുന്ന രീതിയിൽ എല്ലാം ഒരേപോലെ കാണാൻ പഠിക്കില്ലേ. ഈ കൂടുതൽ പെണ്ണുങ്ങളല്ല, ചില പെണ്ണുങ്ങൾ പറഞ്ഞാൽ ആണുങ്ങളെ ജനറലൈസ് ചെയ്ത് വെച്ചേക്കുക. പൂമാരെല്ലാം കയറി പിടിക്കാൻ വരുന്നവന്മാരാ എന്നുള്ളൊരു ധാരണയുള്ള പെണ്ണുങ്ങളുണ്ട്. പക്ഷെ വിവരമുള്ള പെണ്ണുങ്ങളും ഉണ്ട്. അങ്ങനെ മനുഷ്യരെല്ലാം മോശമാണ്. അതിനിങ്ങനെ അവരുടെ അങ്ങനെ ലിംഗവ്യത്യാസം വിചാരിക്കണ്ട. ഓമ്പിത്തരം എല്ലായിടത്തും ഉണ്ട്. ആ രീതിയിലും കാണാവൂ അല്ലേ?
തന്തയില്ലാത്തവന്മാർ ലോകത്തെല്ലായിടും ഉണ്ട്. അത് കുറച്ച് ഇന്ത്യയിൽ കുറച്ച് കേരളത്തിൽ അങ്ങനെ വിചാരിച്ചാൽ മതി. എന്താ പോലെ ഉൾക്കൊള്ളാനൊന്നും മാറ്റാനൊന്നും പറ്റത്തില്ല. ഇവിടെ 120-125 ഇത്ര 125 കോടി ജനങ്ങളുണ്ട്. പല പല സംസ്കാരം, പല പല രീതി. അവിടെ ഒക്കെ പറഞ്ഞാൽ ഒറ്റ സംസ്കാരം. ഈ അമേരിക്ക ചെന്ന് കഴിഞ്ഞാൽ വലിയ രാജ്യം. കമന്റ് പറയും, നീ എന്തിനാ അമേരിക്ക പോന്നെ? അപ്പൊ ഇതിനകത്ത് അവർ ഒരു സംസ്കാരം ഇല്ലല്ലോ. ഇവിടെ ഇത്രയും സംസ്ഥാനങ്ങളിലും ഇത്രയും സംസ്ഥാനം തന്നെ പല പല കൾച്ചർ. അപ്പൊ ഇത് എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകണമെങ്കിൽ ഇനി ഒരു 100 കൊല്ലം കഴിയണം. എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടണം, ഒരേപോലുള്ള സംഭവങ്ങളായി മാറണം. അപ്പോഴത്തേക്കൊക്കെ മാറും. അന്നൊക്കെ നമ്മള് പൊടിയായി പോകും, തവിടുകൂടിയായി പോകും, എല്ലുകൂടിയായി പോകും. മാറി വരാനൊക്കെ ഒരുപാട് സമയം എടുക്കും. പക്ഷെ മാറ്റം അനിവാര്യമാണ്. മാറ്റം അനിവാര്യമാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം എല്ലാം അനിവാര്യമാണ്. പക്ഷെ ഇപ്പം വിദ്യാഭ്യാസം കിട്ടിയവരും പോക്കർത്തരം കാണിക്കത്തില്ലേ? അതുകൊണ്ട് അത് വിദ്യാഭ്യാസം കൂടിപ്പോയതിന്റെ ഇന്നലെ തന്നെ ഉണ്ടല്ലേ അവിടെ കയറി ബോംബ് വെച്ചത്. അയാൾക്ക് നല്ല അറിവാ. അപ്പൊ അറിവ് കൂടിപ്പോയണ്ട അതിനകത്ത് ബോംബ് വെച്ചത്. എന്നിട്ട് ആരും പഠിക്കരുത്. ഇതിന്റെ ടെക്നിക്കായി എനിക്ക് മാത്രം അറിയാം. എന്നിട്ട് ഒരു കൊച്ചിനെ അവരെല്ലാരും രാജ്യദ്രോഹികളാണ്. അതുകൊണ്ട് ഞാൻ അവരെല്ലാരും ബോംബ് വെച്ചു കൊടുക്കുന്നു. അവൻ നല്ല കൊച്ചിനെ അടക്കം കൊന്ന താഴി നല്ല അച്ഛുദ്യ തിരിച്ച് ഫോട്ടോ ഇത് ഫോറസ്റ്റ് കമ്പോ എന്തിനു പറയുന്നത്? പക്ഷെ ഇത് കണ്ടാൽ അമേരിക്ക നമുക്ക് തോന്നില്ലേ? വീണ്ടും അമേരിക്ക അവന്റെ സ്വയം കിട്ടും. ചായക്കടയൊക്കെ അടച്ചു കൂട്ടി. ഇതാണ് ടിക്കറ്റ് എടുക്കണോ? നമ്മളിതാ എന്തോടാ കൊടുക്കത്ത് ഫോറസ്റ്റ് എന്തോടാ എന്താടാ എന്തിന്റെ കീഴിലുള്ള ഇടാ കേട്ടത്തില്ലേ? ഇഷ്ടംപോലെ അടക്കം ഉണ്ടോ? ഇല്ല ഇവിടുന്നല്ല. നമ്മളന്ന് പോയല്ലേ? ചോദിച്ചു നോക്കി പോയി. വേറെ കേട്ടിടും തോന്നുന്നില്ല. ഗൂഗിൾ പേ ഉണ്ടോ ഇപ്പൊ ഇവിടൊക്കെ? ചേഞ്ച് തന്നെ ഉണ്ട്. പോയിട്ട് വാ, തുറന്നോ നോക്കാതെ. നമ്മളിനി കാട്ടിലൂടെ ഉള്ള ഇത് എന്തിന് കീഴിലുള്ള ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമാണ്. ടീ ഷോപ്പ് എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. വന്യജീവി ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റ്. കേരള ഫോറസ്റ്റ് വൈൽഡ് നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ. ആരും വന്നിട്ടില്ല. ഉണ്ണിയേട്ടാ ഫസ്റ്റ് എന്ത് പറഞ്ഞവരെ? ആ സാധനം ഒന്ന് മാറ്റി. ഇഷ്ടംപോലുണ്ട്. പോയിട്ടില്ലേ മേലെ? ചുമ്മാ തള്ളുക. ഇനി നമ്മുടെ യാത്ര കാടിനുള്ളിലൂടെ. കണ്ണാനിൻ പ്രകൃതി രമണീയത ആസ്വദിക്കും. ഇതിലെ വഴി ഉണ്ടായിരുന്നു. എവിടെ പോകും? കാട്ടിൽ. ബൈക്കിൽ വരുന്നതാണ് നല്ലത്. ബൈക്കിൽ വരുന്നതാണ് എപ്പോഴും നല്ലത്. അടുത്തുള്ളവർ ബൈക്കിൽ വരിക, ദൂരെയുള്ളവർ കാറിൽ വരിക, അല്ലാത്തവർ നടന്നു വരിക. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം അതെങ്ങനെ സംസ്കരിക്കണമെന്ന് തന്നെ അറിഞ്ഞത് പൊന്നിയെ കണ്ടതിന് ശേഷം. ഒരു വർഷം അവനാ ഇവിടെ സാമൂഹിക
ഇടുമ്പോഴാണ് കുഞ്ഞിയുടെ മുഖം എനിക്ക് ഓർമ്മ. സത്യോ ഈ എവിടെ പ്ലാസ്റ്റിക് ഉണ്ടായാലും പൊന്നിയ മയിലിന് ഓർമ്മ പ്ലാസ്റ്റിക് എന്ന് കാണുമ്പോൾ ഈ മയിലിനെ ഓർമ്മ വരുന്നത് എന്ത് പൊന്നിയില്ല അതാരാ അതവിടെ കൂട്ടുകാരൻ അതിന് നമ്മളിപ്പോ അവ ഇവിടെ ഇവിടെ ഒന്നും എന്താ ചെയ്യാ പക്ഷെ വേണ്ട ശരിയാവില്ല. ഇത് എന്തുകൂടാ മയില് ഓഫ് റോഡ് കണ്ണ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ പുലി ചാടി പോണം. എന്നാ പണ്ണുവേ എന്നാ പണ്ണുവേ ഇത് കണക്ട് ചെയ്ത് കിടക്കും. അത് കുറെ കാട് വാങ്ങാം. ഞാൻ വിളിക്കാം. ചിലത് അങ്ങ് ചെയ്തില്ലല്ലോ അല്ലേ? അന്ന് ചെയ്തവനല്ലേ? ഞാൻ വിളിക്കാം. അന്ന് അവൻ ചെയ്ത് പോയില്ലേ? പത്തടി പോയി ആരോ കൊടുത്തേ? അവനല്ലേ കൊടുത്തേ? പിന്നെ അന്ന് 20 ആയതിന്റെ അന്നല്ലേ നമ്മള് പോയെ. ആ മറവിക്കുന്ന ബില്ല് കൊടുത്തോ? നീ എങ്ങോട്ടാ? മദ്യപാനം പുകവലി കർശനമായി നിരോധിച്ചില്ലേ? ഇവിടുന്ന് ഇത് കേട്ടോ അവിടെ ഇട്ടാ പോലെ വേറെ പോകത്തില്ല മോനെ. പോവും അവരൊക്കെ അങ്ങ് പോയിട്ട് പോവാം. കാർ പൊളിക്കാനുള്ള പരിപാടിയാണ്. ഇവരൊക്കെ എവിടെ പോയിട്ട് വരും? അവര് തോല് വെച്ച ആടിന് ഫോറസ്റ്റുകാരാ ഡ്യൂട്ടിക്ക് കുറച്ചൊരു കറങ്ങാൻ ഇറങ്ങിയതാണ്. വേണ്ട കട്ട് ചെയ്യാം. എത്ര രൂപ മേടിച്ചു? എത്ര രൂപ മേടിച്ചു? 100 രൂപ തന്നു. 30 രൂപ ഒരാൾക്ക്. ഈ ഫോറസ്റ്റ് കൊണ്ട് എഴുതി കിട്ടിയതാണ് ജോലി ചെയ്തത്. എന്തൊരു വലിപ്പം. ഇവിടെ തന്നെ ഡ്യൂട്ടി ചെയ്താൽ നിന്റെ അപ്പനില്ല ഫോറസ്റ്റ് ബന്ധം വണ്ടി ഇറങ്ങണോ? വെള്ളം പോലും കരുതിയില്ലല്ലോ. എൻ്റെ ഇതിൻ്റെ ഫോൺ എടുത്തോണ്ടല്ലേ? അടഞ്ഞോ? കുമ്പാനി കുമ്പാ കൂട്ടിൽ നിന്നേതാ ആടുത്തിട്ട് പെരുകും. ഈ ഫോറസ്റ്റുകാരെ പഠിപ്പിക്കാൻ എന്താ പരിപാടിയാണ്? ഇവിടെ സീന കോൺക്രീറ്റ് ചെയ്ത എല്ലാം പോയി. കേരളത്തിലോ? ആണോ? നീ എത്ര ദൂരമുണ്ട്? ട്രെയിനിങ്ങാ? വണ്ടി അവിടെ ഇട്ടിട്ട് നടക്കുകയാണ്. വണ്ടി കയറി വരില്ല. നല്ല കാട്ടിൽ കൂടെ ചുറ്റും നല്ല ഗ്രീൻ ഫോറസ്റ്റ്. ഈ ഒരു 3/4 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയും കൂടെ നടന്നാൽ മതി എന്നാണ് പുള്ളി പറയുന്നത്. അതെ അതെ. പക്ഷെ നമ്മൾ പറയുന്നത് നല്ല കടപ്പാണ്. നല്ല കയറ്റം. ആ വണ്ടി എടുക്കുന്ന മതിയായിരുന്നു. എന്തോരം തേക്കാണ് നിൽക്കുന്നത്.
ഇന്നെന്തായാലും മഴയില്ല. ഒരുപാടുണ്ടോ? 3/4 കിലോമീറ്റർ ഒന്നുമല്ല. സെയിം സ്ഥലം അല്ലേ? ഇവിടെ വന്നിട്ട് അവർ വട്ടത്തിൽ സംസാരിക്കും. എൻ്റെ അപ്പൻ്റെ കോട എന്ത് പറഞ്ഞാലും കോട 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 പുള്ളി തന്നെ മനസ്സിലാക്കിയത്. കോടക്കകത്ത് കപ്പ ഒഴിച്ച് കോട കാട്ടിൽ കയറി അപ്പോഴും കോട കപ്പ പെരിച്ചാഴി കോടയെന്നൊന്നും പറയുന്നില്ല. ഒരു ഫോറസ്റ്റുകാരി ആയിരിക്കും ഒരു ഒറ്റ കോടയാണ്. അതെന്താ മറ്റേ വാറ്റോ? കോട ഇവിടെ ഓക്കെ. ഡാർക്ക് രക്ഷയില്ല. ഇന്നത്തെ പ്ലാൻ ക്യാൻസൽ. നമുക്ക് ജിമ്മിൽ പോകാം. ജിമ്മിലൊന്നും പോയാൽ ഫുഡ് കുറച്ചാൽ മാത്രം. ജിമ്മിൽ പോകുമ്പോഴത്തേ മോട്ടിവേഷൻ കിട്ടുമേ ഫുഡ് കുറയ്ക്കാനായിട്ട്. ഭക്ഷണം കഴിക്കുന്നതിന് മാത്രമല്ല, അല്ലെങ്കിൽ ഇത്രയും കളിച്ചിട്ട് ഇത്രയും വണ്ണം കളിക്കുന്നതുകൊണ്ട് മാത്രം വെള്ളം കുറയതില്ല. ഞാൻ വരെയൊക്കെ പറഞ്ഞില്ല, എനിക്കറിയാലോ ഇനിയും ഉണ്ടെന്ന് ഇഷ്ടം പോലെ. മണ്ടരി പിടിച്ചതാളി അറിയാത്ത കാര്യങ്ങളെ കുറിച്ച് അഭിപ്രായം പറയും. ഓ അല്ല, അവിടം വരെ വണ്ടി വരാൻ പറ്റും. 2 കിലോമീറ്റർ നടന്നേ. കൊള്ളാല്ലേ? വേറെ കാറൊന്നും വന്നിട്ടില്ല, ബൈക്കുകാർ മാത്രമേ വന്നിട്ടുള്ളൂ. എന്തോ നമ്മളാ ഫസ്റ്റ് എന്ന് പറയാം. വെളുക്കാലത്തെ ഏത് ഫുണ്ടുകൾ കോട കാണാൻ കയറിയിട്ടുണ്ട്. നമ്മൾ കയറി പോയില്ലേ? ചാടിക്കുന്ന എന്തോ വേണ്ട? ചായ, കാപ്പി ഉണ്ടോ? ഓക്കെ, കാപ്പിയാണ്. പാൽ കാപ്പിയാ അതോ കട്ടൻ കാപ്പി? കട്ടൻ കാപ്പി. അമ്മല്ലേ പാസ്. ഒരു പാൽ കാപ്പി, ഒരു കട്ടൻ കാപ്പി. നിങ്ങൾക്ക് 2 കട്ടൻ കാപ്പി, ഒരു പാൽ കാപ്പി. ഒരെണ്ണം ഒരു കട്ടൻ കാപ്പി ഇച്ചിരി മധുരം കുറച്ച്. വേണ്ട ഈ അണ്ണം പണ്ട് തൊട്ടേ ഉള്ള അന്ന് തൊട്ടേ വർഷം നമ്മളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകുന്നതൊക്കെ വീഡിയോ എടുത്തിടും. യൂട്യൂബ്. ഇല്ല ഇല്ല, ഇപ്പോഴും ഓണാക്കി. സ്റ്റെപ്പ് കയറി പോണ്ടെന്നോ? എത്ര അവിടെ നിങ്ങൾ ഇതിപ്പോ എപ്പോഴാ ക്ലോസ് ചെയ്യുന്നതൊക്കെ? അവിടെ 100 ആ 9 മണിക്കേ തുറക്കത്തുള്ളൂ. ഓ ഇന്ന് പക്ഷെ ബാക്കിയുള്ളവരെ കയറ്റി വിടത്തില്ലായിരിക്കുമല്ലോ. 7 മണിക്ക് നമ്മളെ കയറ്റി വിടുമോ?
ആ ഉം. ബാഗ് കുറച്ച് കഴിഞ്ഞ് പിടിക്കേണ്ടി വരുമേ, 2 കുപ്പിയുള്ളത്. ഞാനത് വന്നു വിചാരിക്കാം. അമ്പരം കണ്ടില്ലേ? ഓക്കേ നിക്കടാ, ഈ ചെവിത്തല്ല അതിനെ അടിയാണ്. ബാബാ എന്ത് പാടി അവർക്ക് കിട്ടുന്ന ദിവസം മുഴുവൻ അവരുടെ വായിലായിരിക്കും. ഏത് പാട്ടാ? ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1.5 സ്റ്റെപ്പാ. ചെവിയിലോട്ട് മറ്റേ ആസ്മാരോഹിക്കില്ല ഇത്ര വലുത് താഴെ കാറെടുത്തോട്ട് വരാം. ആ ഇത് കയറിയാലേ പറ്റും, ഇത് കുറച്ച് കയറിയാതെ ആയിരുന്നല്ലേ. ശരിക്ക ഊഞ്ഞാലോ അല്ലേ? ശബരിമല പോയിട്ട് കുറെ വർഷമായി, അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതാ ഞാൻ കണ്ടില്ല. ഇല്ല ഇല്ല. ആണോ? ചെല്ലുന്നതിന് പ്രശ്നമൊന്നുമില്ല, പമ്പ സന്നിധാനത്തെത്താം. ആ എന്റെ പാതി അഭ്യാസം എനിക്ക് കണ്ടിട്ടുള്ളൂ. POV റോഡ് ട്രിപ്പ് ശബരിമല. ഇവിടുത്തെ മലയെല്ലാം കയറി കഴിഞ്ഞു. അവസാനം ശബരിമല. പിന്നെ അവിടെ നിന്ന് ചെയ്യുക. ഇതെങ്ങനെയാണ് ഇവിടെയൊക്കെ വളഞ്ഞ് മരം വീടല്ലേ? മരം വീട്. ഇങ്ങനെ നടന്നാ മതിയോ? ഈ കാടൊക്കെ എക്സ്പ്ലോർ ചെയ്യണ്ടേ? എക്സ്പ്ലോർ ചെയ്യട്ടെ. അട്ട നോക്കിയേ വലിപ്പം. എന്ത് പറയുന്നു? സ്റ്റെപ്പ് ഉണ്ട് ശരിക്കും. ഒരു പ്രായത്തിൽ അതൊക്കെ ചെയ്യാൻ പറ്റില്ല. താഴെ വരെ വരും.
അവിടെ പോയിട്ടുണ്ടോ നമ്മൾ? ഇങ്ങനുണ്ട് ഞാൻ പറഞ്ഞ ഇതുണ്ട് നല്ല മഴ, നല്ല രസമുണ്ട്. പക്ഷെ വവ്വാലിൻ്റെ സ്മെല്ല് അത്. ഓരോയുള്ള മന്ത്രിമാരും ഇതിനുണ്ടല്ലേ. എവിടെ? പിന്നല്ലേ ഇതിൻ്റെ അത് കോപ്പറ വെച്ചിട്ട് അങ്ങോട്ടൊന്ന് പോയിട്ട് അമ്പലം ജന്മത്തിന് കൊടുക്കത്ത് പറ വരത്തില്ല. ആവശ്യങ്ങൾക്കും ഇവിടെ കയറുമ്പോഴത്തേക്ക് അവിടെ കാര്യമുണ്ട് ആ കഷ്ടം
കഷ്ടപ്പെട്ടാലും നമ്മളിതേപോലെ ഒരാഴ്ച വർക്ക് ജിം അടിക്കാൻ പോയില്ലേ അതിന് മുന്നേ പ്രീ വർക്കൗട്ട് ആയിട്ട് കണക്കാക്കുന്നത്. പുതപ്പോ കഴിവിട്ട പുതപ്പിലാണ് അപ്പം തന്റെ കളിയെ കുറിച്ച് താൻ തന്നെ ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാ. ഞാനതാ നേരത്തെ പറഞ്ഞു, ഹൈക്ക് എപ്പോഴും ഷൂസ് ഇടാം. എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ടാണ് പണി മേടിക്കുമെന്ന്. നമ്മളിപ്പടെ കുതിരനെ എടുത്തിറക്കാറുണ്ട്.